ഹലോ ഗൈസ്, നെസ്റ്റോയിൽ നല്ല കിടിലൻ ഓഫറുകളുണ്ടെന്ന് അറിഞ്ഞിട്ട് നൈറ്റ് ഒരു 9 PM കൂടിയാണ് കേട്ടോ നമ്മൾ നെസ്റ്റോയിൽ തൃശ്ശൂർ വരുന്നത്. എല്ലാ ട്യൂസ്ഡേകളിലാണ് ഈ ഓഫേഴ്സൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൈക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ മിഥു ചേട്ടൻ. അമ്മുക്കുട്ടി വരുന്നുണ്ട് അവിടുന്ന്. നമ്മൾ നൈറ്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ജസ്റ്റ് ഒരു ഫോണിലോ ഈ ഓഫർ കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല, അപ്പോൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് കയറാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ നമ്മുടെ മോനെയൊക്കെ കൊണ്ട് ചേട്ടൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളൊരു ഇതിലാണ് അമ്മു നോക്കണത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. പാമ്പേഴ്സ്, വിസ്പേഴ്സ്, സ്റ്റേ ഫ്രീ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് അധികം ഡിസ്കൗണ്ട് ഇവിടെ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ കുറേ ചപ്പൽസ്, ബാഗുകൾ അങ്ങനെയൊക്കെ കണ്ടു. അതൊക്കെ അഫോർഡബിൾ തന്നെയാണ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ട ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. നമുക്ക് 189 വരുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഈ സെക്ഷനിൽ വന്നിട്ടും ഒരുപാട് ആക്രാന്തം നമ്മൾ കാണിച്ചില്ല കേട്ടോ. അമ്മുക്കുട്ടിക്ക് നമ്മൾ ഡയറി മിൽക്കൊക്കെ ഏകദേശം ഇടയ്ക്കും പിടിക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുള്ളത് കൊണ്ടും കിൻഡർ ജോയൊക്കെ സ്ഥിരം കിട്ടാറുള്ളത് കൊണ്ടും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. അപ്പോൾ അതിന് മാളിലൊക്കെ തന്നെ വരണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ആ ഒരു ഫ്ലവർ പോലത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഇത് ആ അച്ചാറാണ് കണ്ടത്. 95 ആണ്. 3 ഐറ്റംസിന് 3 ഫ്ലേവറുകളാണ് വരുന്നത്. 95 ആണ് വരുന്നത് കേട്ടോ. പിന്നെ കുറേ കോഫി ഐറ്റംസ് കണ്ടായിരുന്നു. ബ്രൂവിൻ്റെ നമ്മൾ ഒരെണ്ണം എടുത്തായിരുന്നു കേട്ടോ. ഒരു ഗ്രീൻ ടീയും എടുത്തായിരുന്നു. പിന്നെ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തെ ഐറ്റംസാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് എടുത്തിരുന്നു കേട്ടോ. പിന്നെ ന്യൂട്രലയുടെയും ഒരു ചെറിയ ഇത് എടുത്തിരുന്നു. പിന്നെ നമ്മൾ ഓയിൽ, വെളിച്ചെണ്ണ ഐറ്റംസൊക്കെ കണ്ടു. അധികമൊന്നും പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞില്ല. നമുക്കിപ്പോൾ വലിയ അഫോർഡബിളായിട്ട് തോന്നുന്ന റേറ്റ്സ് കാണുമ്പോൾ, ബോർഡ് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ പോകണത് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഐറ്റംസ് ശരിക്കും നല്ലൊരു സെക്ഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രീം കേക്ക് ആൾ കയ്യോടെ എടുത്തു വെച്ചെങ്കിലും നമ്മളത് എടുത്തില്ല. വേറൊരു ഐറ്റമാണ് കേട്ടോ എടുത്തത്. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി കേക്ക്സ് നല്ല ഓഫർ തന്നെയാണ് കേട്ടോ. നല്ല ഐറ്റംസ് തന്നെയാണ്. പിന്നെ നമ്മൾ വന്നത് കണ്ടില്ലേ, ഫ്രൂട്ട്സൊക്കെയാണ്. ഏകദേശം വ്യത്യാസമൊന്നും നമ്മുടെ മാർക്കറ്റായിട്ട് വരുന്നില്ല. 1 രൂപ 2 രൂപയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അവിടെ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഡിഫറെൻറ്റ് ഡേയ്സിൽ ഡിഫറെൻറ്റ് ഓഫേഴ്സാണ് വരുന്നത്. വെജിറ്റബിൾസ് ആണെങ്കിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് എല്ലാം വരുന്നത്. ഞാൻ കുക്കുംബർ എടുത്തിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് വേറെയാണ് കേട്ടോ എടുത്തത്. പച്ചപ്പയർ അങ്ങനത്തെ ഒന്നും നമുക്ക് വീട്ടിലുണ്ടായിരുന്നു, അത് കാരണം എടുത്തില്ല. പിന്നെ എന്താ വെച്ചാൽ കൂടുതലും നമുക്കിവിടെ അവിടെ കിട്ടാത്ത, മാർക്കറ്റിൽ കിട്ടാത്ത, അവൈലബിൾ അല്ലാത്ത ഐറ്റംസാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നെ സ്ട്രോബെറി ഒക്കെ ഇതേപോലത്തെ ഒരു പൗച്ചിന് വരുന്നത് വെറും 54 ആണ് കേട്ടോ പെർ ബോക്സ് വരുന്നത്. എല്ലാവരും ബോക്സാക്കി തന്നെ വെച്ചേക്കാണ്. പിന്നെ ടീ കേക്ക് കുറേ ഉണ്ടായിരുന്നു. നല്ല 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 മോൾഡ്സിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച്, ബർഗർ ഐറ്റംസ്, അങ്ങനത്തെ ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നമ്മൾ കുറച്ചൊക്കെ എടുത്തായിരുന്നു. പിന്നെ പിസ്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. നമുക്ക് അധികം ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിച്ചില്ല. ഒരു 200 ഗ്രാമൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്, എനിക്ക് വേണ്ടി മാത്രം. പിന്നെ ചേട്ടൻ മാവ് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും വാങ്ങിക്കാറുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ ഞാൻ ഇതാണ് പറഞ്ഞത് കേട്ടോ, മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത. എനിക്ക് ഈ എന്താ പറയുക, അവക്കാഡോ ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇച്ചിരി വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എടുത്തില്ല കേട്ടോ. അങ്ങനെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.